നമ്മൾ കണ്ടതാണ് വയനാട് നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം അത്ര കണ്ട് കുറഞ്ഞു എന്ന വാർത്ത. കാരണം അത് LDF UDF കക്ഷികൾക്കെതിരെയുള്ള ജനവികാരം ആണ് എന്ന് ഇന്ത്യയെ കണക്ക് കൂട്ടുകയാണ്. BJPയുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്തിട്ടുണ്ട് എന്നും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉള്ളതെന്നും BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് മലവയൽ ജനം TVയോട് പറഞ്ഞു. അതേസമയം ചേലക്കരയിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അർജുൻ PS ചേരുന്നുണ്ട് നമ്മളൊപ്പം. അർജുൻ, ഈ പോളിംഗ് ശതമാനം ലഭ്യമായതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ എന്താണ് ഈ മുന്നണികളുടെ എല്ലാം? കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടിയാണെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് വയനാടൻ ജനത ഇത്തരത്തിൽ പറയുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെക്കാൾ പോളിംഗ് വളരെ രീതിയിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വയനാട്ടിലെ പോളിംഗ് എന്ന് പറയുന്നത് 73.48%. എന്നാൽ ഇത് 64%, അതായത് 64.95%. അത്രത്തോളം പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പോളിംഗ് കുറയുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും UDFന്റെ വോട്ട് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് 2019 രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 7,63,063 വോട്ടായിരുന്നു. അന്ന് പോളിംഗ് എന്ന് പറയുന്നത് 80% ഉണ്ടായിരുന്ന പോളിംഗ് ആയിരുന്നു. പിന്നെ 2024 എത്തിയപ്പോൾ പോളിംഗ് ശതമാനം 73 ആവുകയും അവിടെ രാഹുൽ ഗാന്ധിക്കുള്ള വോട്ട് 6,47,445 വോട്ടാവുകയും ചെയ്തു. ഇവിടെ നേട്ടമുണ്ടാക്കി എന്ന് പറയുന്നത് K സുരേന്ദ്രനാണ്, അല്ലെങ്കിൽ BJP ആണ്. അത്തരത്തിൽ ഒരു നേട്ടമുണ്ടാക്കി NDA ആണ് നേട്ടമുണ്ടാക്കിയത്. അതായത് 2019 ആ ഒരു ശതമാനത്തിൽ 80% തുഷാർ വെള്ളാപ്പള്ളി നേടിയത് 78,816 വോട്ടാണെങ്കിൽ സുരേന്ദ്രൻ 2024 നേടിയത് 1,41,045 വോട്ടുകളാണ്. ഏകദേശം 40,000 വോട്ടുകൾക്ക് അധികം നേടിക്കൊണ്ട് സുരേന്ദ്രൻ വലിയ രീതിയിൽ ഒരു NDA തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വയനാട്ടിൽ കാണുവാൻ സാധിച്ചത്. LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഈ രണ്ട് തവണയും കാണുന്നില്ല. 2019 PP സുനീറാണ് CPIക്ക് വേണ്ടി അല്ലെങ്കിൽ LDFന് വേണ്ടി മത്സരിച്ചത്. CPI നേതാവാണ്. 2,74,597 വോട്ടാണ് 2019 PP സുനീറിന് കിട്ടിയതെങ്കിൽ ആനി രാജയ്ക്ക് 2024 കിട്ടുന്നത് 2,83,023 വോട്ടാണ്. അതായത് വെറും 10,000 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ LDFന് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അത്തരത്തിലാണെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് NDA ക്യാമ്പിന്റെ വിശ്വാസം. മാത്രമല്ല MPക്കെതിരെയുള്ള കേരള സർക്കാരിനെതിരെയുള്ള വലിയ ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് കുറഞ്ഞതിന് കാരണം എന്നുള്ളതാണ് NDA വിലയിരുത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ മണ്ഡലം ഉപേക്ഷിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് വയനാട് മണ്ഡലത്തിലും റായ്ബറേലിയും മത്സരിക്കുകയും പിന്നീട് വയനാട് ഉപേക്ഷിച്ച് റായ്ബറയിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിൽ ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ തന്നെ ഒരു ആശങ്ക എന്ന് പറയുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ പ്രിയങ്ക വരുമ്പോൾ വലിയ രീതിയിലുള്ള ആവേശത്തോടെയുള്ള പ്രചാരണമൊക്കെ ആയിരുന്നു UDF ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. കുട്ടി ആഘോഷം കൊണ്ടുള്ള പ്രചാരണം തന്നെയായിരുന്നു. 2019 രാഹുൽ എങ്ങനെയാണോ മണ്ഡലത്തിലേക്ക് വന്നത്, ആ സമയത്തുള്ള പ്രചാരണം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രചാരണം തന്നെയാണ് UDF 2024 ഈ ഉപതെരഞ്ഞെടുപ്പിലും കാണിച്ചത്. പക്ഷേ ആ ഒരു ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോളിംഗ് ഡേയിൽ കണ്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. എന്നിരുന്നാൽ തന്നെയും NDA വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം കാഴ്ചവെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം കാഴ്ചവെച്ചു. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ തന്നെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ നവ്യ ഹരിദാസിനെ തന്നെ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിൽ കളം പിടിക്കാൻ NDAക്ക് സാധിച്ചിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് LDFന്റെ സ്ഥാനാർത്ഥിത്വമാണ്. LDFന്റെ CPI നേതാവ് സത്യൻ മൊഗേരിയാണ് നിർത്തിയിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം സത്യൻ മൊഗേരിക്ക് കണ്ടിരുന്നില്ല. CPM അടക്കമുള്ളവർ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രചാരണത്തിൽ നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ചേലക്കരയിലേക്ക് വരികയാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അതായത് ചേലക്കരയിൽ ഒരു ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ളത് നമുക്ക് പറയാം. കഴിഞ്ഞ തവണത്തെ അത്ര പോളിംഗ് ചേലക്കരയിൽ ഉണ്ടായിരുന്നില്ല. അതായത് 72.77% പോളിംഗ് ആണ് മണ്ഡലത്തിൽ നടന്നത്. അതായത് അത്തരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു കുറവ് ഈ പോളിംഗിൽ നമുക്ക് കാണുന്നുണ്ട്. എങ്കിലും വലിയ ആത്മവിശ്വാസത്തിലാണ് ബാലകൃഷ്ണൻ. അതായത് NDA സ്ഥാനത്ത് ബാലകൃഷ്ണൻ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള തീർച്ചയായും എന്തായാലും വയനാട്ടിലെ പോളിംഗ് ശതമാന കണക്കുകൾ കുറയുമ്പോൾ NDA ക്യാമ്പിന് ആത്മവിശ്വാസം തന്നെയാണ്. LDF UDF ക്യാമ്പുകളിൽ ആശങ്കയും നിഴലിക്കുന്നുണ്ട്.